വൈദികർക്ക് കൂട്ടായ്മയുടെ വലങ്കൈ നീട്ടി അവരെ സഭാശുശ്രൂഷയിൽ പ്രവർത്തന നിരതരാക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് രാവിലെ വളരെ ഫലപ്രദമായ ഒരു ക്ലാസ്സും അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും നമ്മൾ നടത്തുവാൻ സാധിച്ചു. ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ വളരെയേറെ ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു, ഭക്ഷണകാര്യങ്ങളിലും മറ്റ് ക്രമീകരണങ്ങളിലുമൊക്കെ എങ്ങനെയായിരിക്കുമെന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ എല്ലാം സ്നേഹവും ഉത്സാഹവും ആ ആകാംക്ഷയെല്ലാം മാറ്റി വളരെ സന്തോഷകരമാക്കി തീർത്തു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പണ്ട് ഈ സംഘടനയിൽ വളരെ പരിമിതമായി ഒരു 50-ൽ താഴെ അല്ലെങ്കിൽ അതുപോലെ ഒക്കെയാണ് വന്നിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 230 കൊച്ചമ്മമാരോളം സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നും നാളെയുമായി ആ നമ്പറിലേക്ക് നമ്മൾ ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ കൊച്ചമ്മമാരുടെ സാന്നിധ്യം ഇപ്രാവശ്യം വളരെയുണ്ട്. അവരെയും പ്രത്യേകമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സഭാ ശുശ്രൂഷയിൽ കൊച്ചമ്മമാരുടെ പങ്കിനെക്കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും സാമൂഹ്യമായ ഇടപെടലുകളിലുമൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഇവയൊക്കെ കൂട്ടായി ചർച്ച ചെയ്യുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ വളരെ സജീവമായി, അവർക്ക് സമയമില്ലായിരുന്നു എന്നൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ആധുനിക സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളിലുമൊക്കെയുള്ള വളരെ സമൃദ്ധമായ ഡിസ്കഷൻ നടന്നു. അതിൽ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് നേതൃത്വം തന്നെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ചു. സഭയുടെ നേതൃത്വം പരിശുദ്ധ ബാവാതിരുമേനി ആ കാര്യം അറിയിക്കുകയാണ്. അനാവശ്യമായ സാമൂഹിക ഇടപെടലുകൾ, വേണ്ടാത്ത ചിത്രങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലെ അനുഭവങ്ങളുമൊക്കെ പങ്കുവെക്കുന്നത് സഭയ്ക്ക് തന്നെ പലപ്പോഴും വിനയായി തീരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കൊച്ചമ്മമാരൊക്കെ അത് ശ്രദ്ധിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, സഭാ നേതൃത്വത്തിനല്ല, നിങ്ങൾ ഓരോരുത്തരും സ്വയം അത് നിയന്ത്രിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ദ വൈഫ്സ് ഓഫ് ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു സംഘടന, അത് വലിയ ഒരു വാർത്തയായിട്ടാണ് WCCയും അതുപോലെയുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ, പ്രത്യേക ഓർത്തഡോക്സ് ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭകളിൽ ഒട്ടും ചിന്തിക്കാത്ത ഒരു വിപ്ലവകരമായ ഒരു കാൽവയ്പായിട്ടാണ്. കാരണം പ്രോട്ടസ്റ്റൻ്റ് സമൂഹങ്ങളിൽ അവരുടെ വൈദിക ശുശ്രൂഷയുടെ ഭാഗമാണ് കുടുംബമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയത് വലിയൊരു സംഭവമായിട്ടാണ് അവർ അത് രേഖപ്പെടുത്തുകയും അതിൻ്റെ പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും മീറ്റിങ്ങുകൾ നടത്തുകയും ചെയ്യുന്നുവെന്ന് ഓർക്കുമ്പോൾ പാശ്ചാത്യർ ചിന്തിക്കുന്നതിന് മുമ്പേ മലങ്കര സഭ പല കാര്യങ്ങളും ചിന്തിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. സഭാ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം ഡയറക്റ്റായിട്ടുള്ളൊരു പങ്കാളിത്തമല്ല, കൂട്ടായ്മയുടെ വലങ്കൈ നൽകിക്കൊണ്ട് വൈദികരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ആ ശുശ്രൂഷയിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും ഇടവകയുടെ പ്രശ്നങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനോ ഭവനത്തിലെ പ്രശ്നങ്ങൾ ഇടവകയിലോട്ട് കൊണ്ടുപോകാതെ ഒരു ഷോക്ക് അബ്സോർബറായി നിന്നുകൊണ്ട്, ഒരു മെൻറ്ററായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം നിയന്ത്രണ വിധേയമാക്കി തീർക്കുന്നതിനുള്ളൊരു വലിയ വിളിയാണ് ബസ്യോമ്മമാർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ചിലർ പ്രസംഗിക്കുവാൻ നല്ല കഴിവുള്ളവരുണ്ട്. ഇപ്രാവശ്യം വലിയ നൊയമ്പിൻ്റെ 5 മിനിറ്റിൽ താഴെയുള്ള പ്രസംഗങ്ങൾ പലതും കേൾക്കുവാനായിട്ടിടയായി. അച്ഛന്മാരെക്കാൾ ഭംഗിയായി വേദവിശകലനം അത് അവതരിപ്പിക്കുന്നതിൽ പ്രാവീണ്യമുള്ള ഒരുപാട് കൊച്ചമ്മമാരുണ്ട്.
സാമൂഹ്യ ജീവിതത്തിൽ നല്ല ഉന്നത ബിരുദം കരസ്ഥമാക്കി നല്ല കേപ്പബിലിറ്റി ഉള്ള കൊച്ചമ്മമാരുടെ ഒരു വലിയ സംഘം നമുക്കുണ്ട്. എന്നാൽ ഇതെല്ലാം ഒന്ന് കോർത്തിണക്കി സഭയുടെ കെട്ടുപണിക്കും ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ വൈദിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിലും അവരെ എങ്ങനെ ഉപകരിക്കാം, അവരുടെ സേവനം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മുടെ പ്രധാന ദൗത്യം. അതിന് വൈദിക കുടുംബത്തെ ഒന്നിച്ച് ഒരു അംബ്രല്ലയിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നേരത്തെയുള്ള 2 സംഘടനകളാണ് വൈദിക സംഘവും ബിസ്ക്യാമ അസോസിയേഷനും. എന്നാൽ അതിനോട് ചേർന്ന് വരുന്ന ഒന്ന് അച്ഛന്മാരുടെ മക്കളുടെ ഒരെണ്ണം ഒലിവ് എന്ന് പറയുന്നത്. ഇപ്പോഴേ ഗൾഫ് മേഖലയിൽ ഏതാണ്ട് 40-50 പേര്, അവർ വളരെ ആക്റ്റീവാണ്. ഞാൻ വളരെ ശാന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അവർ 3 മാസത്തിലൊരിക്കൽ കൂടുകയും ഇപ്പോഴ് ഒരു സോവനീർ പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ ഓൺലൈനിലും അല്ലാതെയും അത് വിവിധ മേഖലകളിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വൈദികരുടെ മക്കൾ വളരെ ഉന്നത നിലയിൽ, അവരൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് അച്ഛന്മാരുടെ പെൺമക്കൾ വളരെയേറെ ആക്റ്റീവോടുകൂടി ഈ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു. സഭയുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്കും ഒരു പങ്കാളിത്തമുണ്ടാകണം. കാരണം ഞങ്ങളുടെ വളർച്ചയിൽ സഭയുടെ ഒരു വലിയ കൈത്താങ്ങലുണ്ടായിരുന്നു എന്നുള്ള കൃതജ്ഞതാനിർഭരമായ അവരുടെ ആ മനോഭാവം സഭയ്ക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ചെറിയ മൈനോറിറ്റിയാണ് വൈധവ്യത്തിലാകുന്നവർ. അവർ പലപ്പോഴും പരാതി പറയും, അച്ഛനുള്ളപ്പോൾ എല്ലാവരും വിളിക്കുമായിരുന്നു, അച്ഛൻ്റെ കാലം കഴിയുമ്പോൾ വിസ്മൃതിയിലാണ്ട് പോകുന്നു. കൊച്ചമ്മമാർ മരിച്ചാലും സാമൂഹ്യമായ ബന്ധങ്ങളിലൊക്കെ തുടരുന്നെങ്കിലും കൊച്ചമ്മമാർ വളരെ പെട്ടെന്ന് അവരുടെ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് പക്ഷാനുവാഴ്ചയൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സിൽ വലിയ ദുഃഖമാണ്. കാരണം ഒരാഴ്ച അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ, അത് നമ്മൾ അവരെ കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ, അതുപോലെ പണ്ടൊക്കെ വളരെ വാർദ്ധക്യത്തിലാണ് വൈധവ്യത്തിലേക്ക് വരുന്നതെങ്കിൽ ഇന്ന് വളരെ ചെറിയ പ്രായത്തിലും ആ നിലയിലെത്തുന്ന അനേകം ആളുകളുണ്ട് എന്നുള്ളത് നാം കാണുകയും അവരെ കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി, ഒരു സ്റ്റിഗ്മയാണ്. അവരെ പ്രത്യേകിച്ച് മീറ്റിംഗ് 1-2 എല്ലാ വർഷവും നമ്മൾ കൂടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഒരു കൂട്ടായ്മയിൽ അവരുടെ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുവാനും അവരെയും ഈ കൂട്ടായ്മയുടെ വലങ്കയിൽ അവരെ ഓർക്കുവാനും ബലപ്പെടുത്തുവാനും ഇതുപോലെയൊക്കെയുള്ള മീറ്റിങ്ങുകൾ പങ്കെടുപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ വൈദികരുടെ സമഗ്രമായ കുടുംബജീവിതത്തിൽ മക്കളുടെയും സഹധർമ്മിണിമാരുടെയും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത വൈദികരുടെയും വൈധവ്യത്തിലാകുന്നവരുടെയും ഒക്കെ ഒരു കൂട്ടായ്മ, അതൊന്നും പ്രത്യേക സംഘടനകളല്ല, അതെല്ലാം അവരുടെയൊക്കെ പ്രത്യേകമായ ഒരു ഫെലോഷിപ്പ് ഡെവലപ്പ് ചെയ്യുവാനായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രമിച്ചത്. അതൊരു പരിധിവരെ അനുഗ്രഹകരമായി മുന്നേറുന്നു എന്നുള്ളതിലും വളരെയധികം സന്തോഷമുണ്ട്. ഈ കൊച്ചമ്മമാരുടെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അവരൊക്കെ ദൈവശാസ്ത്രം ഔദ്യോഗികമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിലും പഠിച്ചവർ കുറേയേറെ ആളുകളുണ്ട്. വളരെ ഭംഗിയായി വേദവിശകലനം നടത്തുവാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ പൊട്ടൻഷ്യാലിറ്റി നമുക്ക് നമ്മുടെ സഭാശുശ്രൂഷയിൽ പരിശുദ്ധ ബാവാ തിരുമേനിയും അതിൽ താഴെയുള്ളവരും ഒക്കെ ചിന്തിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ്. വൈദികർക്ക് ഒറ്റയ്ക്ക് ഇടവക ശുശ്രൂഷയിലേക്ക് പോകുന്ന ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതാണ്. ഒരിക്കലേറെലായി കഴിഞ്ഞാൽ അച്ഛനും കുടുംബവും മാതാപിതാക്കളും ഇമ്മീഡിയറ്റ് റിലേഷനിലുള്ളവരൊക്കെ തന്നെ ജീവാന്ത്യം വരെ അങ്ങനെ ഏറിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് ചിലപ്പോൾ വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടോ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ കൊച്ചമ്മയുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവ വൈകൃതം കൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന ചില സ്ഖലിതങ്ങൾ സഭയ്ക്ക് മൊത്തത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ആ കുടുംബത്തിന് പ്രത്യേകിച്ച് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരിക്കലായി കഴിഞ്ഞാൽ പിന്നെ ആരും അവരുമായിട്ട് ബന്ധപ്പെടാതെയും
അവരൊറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യോശുവ 6 സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അബദ്ധവശാൽ ഒരു കൊലപാതകമോ വലിയ പാതകമോ ഒക്കെ ചെയ്താൽ അതിൻ്റെ വിസ്താരം തീരുന്നത് വരെ അവർക്ക് സുരക്ഷിതമായി താമസിക്കുവാനായി തെക്കും വടക്കുമായി 6 നഗരങ്ങൾ വേർതിരിച്ചു എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിൽ ഇന്ന് അതുപോലെയുള്ള സാഹചര്യത്തിലുള്ള വൈദികരും അതുപോലെയുള്ളവരുമൊക്കെ ഒറ്റപ്പെട്ട് ദുഃഖം കടിച്ചമർത്തി കഴിയുന്നു. അവരോട് സഹതപിക്കുവാനോ അവരെ കറക്റ്റ് ചെയ്യുവാനോ അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാനോ അങ്ങനെ സൗഹൃദത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യുവാനോ ഒക്കെ ഉള്ളൊരു സംവിധാനം നമുക്കില്ല. മറ്റു സഭകളിലൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കറക്റ്റീവ് മെഷർ എടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ കുടുംബം മുഴുവൻ ആ അപമാനമോ ദുഃഖമോ ഒന്നിച്ച് സഹിച്ച് അവർ മാറ്റപ്പെടുന്നു എന്നുള്ളതും ഒരു ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ വളരെ സമൃദ്ധമായി അനുഗ്രഹകരമായി സഭാശുശ്രൂഷ നിർവഹിക്കുന്ന കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും പള്ളിയിലെ പ്രാർത്ഥനയോടൊപ്പം തന്നെ വീട്ടിലെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്താതെ കുഞ്ഞുങ്ങളെ ശരിയായി പരിപാലിക്കുകയും ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ കൂട്ടായ പങ്കാളിത്തത്തോടുകൂടി പല പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ടത്തെ പോലെ ഒരു ഭവന സന്ദർശനം അച്ഛൻ ഒറ്റയ്ക്ക് നടത്തുന്നത് ഇന്ന് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റൻ്റ് സഭകളിലൊക്കെ അച്ഛൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും എന്താ കൊച്ചമ്മയെ കൊണ്ടുവരാഞ്ഞതെന്ന് ചോദിക്കും. എന്നാൽ ഓർത്തഡോക്സ് സഭകളിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവമില്ല. രണ്ടുപേരും കൂടെ ഇറങ്ങിയ ഉടനെ ചോദിക്കും രണ്ടും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. എന്നാൽ ഈ മാറുന്ന കാലാവസ്ഥയിൽ സഹധർമ്മിണിമാരുടെ കൂട്ടായ്മയുടെ വലങ്കൈ വളരെയേറെ ആവശ്യമാണ്. അധികം പേരും ജോലിക്കാരാണ്. അത് അവരവരുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ പോകുന്നുവെങ്കിലും സഭാശുശ്രൂഷയിൽ പ്രവർത്തിക്കുവാൻ മനസ്സുള്ള ആഗ്രഹമുള്ള താലന്തുള്ള കഴിവുള്ള അനേകം കൊച്ചമ്മമാർ ഈ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അത് കേവലം ഇന്ന് സൺഡേ സ്കൂളിൽ ആവശ്യത്തിലധികം അധ്യാപകരുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിലാകുന്നവരെ, ഏകാന്തതയിലാകുന്നവരെ, രോഗത്തിലാകുന്നവരെ അവരോട് ഒന്ന് സംസാരിക്കുവാൻ, വല്ലപ്പോഴും ഒന്ന് വിളിക്കുവാൻ, അവർക്ക് ആവശ്യം എന്താണെന്ന് തിരക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ ഇടവകളിൽ ഇന്ന് കുറവാണ്. VBS പഠിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട്. സൺഡേ സ്കൂൾ പഠിപ്പിക്കാനാണെങ്കിൽ കുട്ടികളേക്കാൾ കൂടുതൽ അധ്യാപകരുണ്ട്. എന്നാൽ ഈ വാർദ്ധക്യത്തിലാകുന്നവരും ഏകാന്തതയിലാകുന്നവരും ഒക്കെ തള്ളപ്പെട്ടു പോകുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു. അതൊരു പുതിയ മിനിസ്ട്രിയായി കരുതുകയും അവരെയൊക്കെ വല്ലപ്പോഴും വിളിക്കുകയും അവരെ ഉത്സാഹത്തിലും അതൊക്കെ പണ്ടൊക്കെ അവരൊക്കെ നല്ല നിലയിൽ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് വൈദികരുടെ സഹധർമ്മിണി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, കൂട്ടായി ഈ സഭാ ശുശ്രൂഷയിൽ നിങ്ങളുടെ സാന്നിധ്യവും സേവനവും വളരെയേറെ ആവശ്യമാണ്. ഇന്ന് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു കൊച്ചമ്മ പറഞ്ഞതുപോലെ അച്ഛനെ വളരെ ചെറുപ്പത്തിലേ അച്ഛനാകാനുള്ള ആളാണ് എന്ന് പറഞ്ഞ് നേർന്ന് ആ വിധത്തിൽ വളർത്തുകയും സെമിനാരി പരിശീലനമൊക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ ആ രൂപത്തിലൊക്കെ വരുമെങ്കിൽ പൊടുന്നനവേ ഒരു വൈദികൻ്റെ സഹധർമ്മിണിയായി ലോകപ്രകാരം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് ആ ഒരു കാലാവസ്ഥയിൽ വന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഒരു കൊച്ചമ്മയാകുമ്പോൾ ഉണ്ടാകുന്ന ചില അപജയങ്ങൾ, പെരുമാറ്റത്തിലുണ്ടാകുന്ന ചില സ്ഖലിതങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അവരുടെ വേഷവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിൽ, അവരുടെ വിനോദങ്ങൾ ക്രമീകരിക്കുന്നതിൽ, വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളിലൊക്കെ മറ്റുള്ളവരൊക്കെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് അറിയാൻ സാധിക്കാതെ പരിശീലനമില്ലാതെ വരുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെയുള്ള വലിയ കൊച്ചന്മാരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, തിരുമേനി ഈ വേഷവിധാനത്തെക്കുറിച്ച് ജീൻസ് ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊന്നും നമുക്ക് നിയമം മൂലം നിരോധിക്കാനായിട്ടൊക്കുകയില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും സാഹചര്യത്തിനുമൊക്കെ അനുസരിച്ച് ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വൈദികരുടെ വീട് ഒരു ഗ്ലാസ് ഹൗസാണ്. എവറിത്തിങ് ഈസ് എക്സ്പോസ്ഡ് ടു ദ വേൾഡ്. എല്ലാ ലോകത്തിനും ദൃശ്യമാകത്തക്ക വിധത്തിലാണ് അവരുടെ സ്വകാര്യതയും
അവരുടെ വിനോദവും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും സമൂഹം മുഴുവനും ഓഡിറ്റ് ചെയ്യുന്നതാണ്. ഒരു ഗ്ലാസ് ഹൗസ് എന്ന നിലയിൽ അതാണ്, ചില്ലുകൊട്ടാരമാണ്. അത് ചിലത് തകർന്നു പോകാൻ എളുപ്പമുണ്ട്. അതേ അവസരത്തിൽ പാകതയോടെ ആ കൊട്ടാരത്തിനുള്ളിൽ ഒരു സ്വർഗം സൃഷ്ടിക്കുവാനുള്ള വലിയ നിയോഗം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കൂട്ടായ്മയുടെ ഒരു വലങ്കൈ സഭയ ശുശ്രൂഷയിൽ വൈദികർ പലപ്പോഴും പരാതിപ്പെടുന്ന ഒന്നാണ്. ബേൺ ഔട്ടാകുകയാണ്, വലിയ പ്രശ്നങ്ങളാണ്. പണ്ടത്തെ പോലെ അച്ഛനോ തിരുമേനിയോ ബാവായോ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു സമൂഹമാണ്. എല്ലാം നിയമത്തിൻ്റെ തലനാഴിര് കീറി മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കുളിർമ നൽകുവാനും അവരെ പുനർജീവിപ്പിച്ച് ശക്തിപ്പെടുത്തുവാനും അവരുടെ ശുശ്രൂഷയിൽ ആവശ്യമായ സഹായങ്ങൾ നൽകുവാനും ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആയതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം വളരെ വലുതാണ്. വളരെ വിസിബിൾ അല്ല എങ്കിലും പട്ടംകുടയിൽ അച്ഛന് പട്ടം കൊടുക്കുന്നെങ്കിൽ അതിനോടൊപ്പം തന്നെ സഹധർമ്മിണി കൊച്ചമ്മയായി ഒരിടവകയുടെ അമ്മയായി രൂപാന്തരപ്പെടുകയാണ്, വളരുകയാണ്, ഉയരുകയാണ്. അതിൻ്റേതായ ചില ഉത്തരവാദിത്തങ്ങളും ചില ധർമ്മങ്ങളും അതുപോലെ തന്നെ ചില മാനേഴ്സും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള വൈദികൻ്റെ കുടുംബം ഒരു മാതൃകയുള്ള കുടുംബമാകണം. ഈ ഗ്ലാസ് ഹൗസിൽ അത് നോക്കിയിരിക്കുവാൻ ഒരുപാട് പേരുണ്ട്. ക്യാമറ കണ്ണുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അച്ഛൻ എന്താണ് പറയുന്നത്, കൊച്ചമ്മ എങ്ങനെയാണ് പോകുന്നത്, കുഞ്ഞുങ്ങളുടെ ജീവിതം എങ്ങനെയാണ്. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ മാനസിക സംഘർഷമുണ്ട്. ഈ സംഘർഷത്തിൻ്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നൊയമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും സഭാ ശുശ്രൂഷയിൽ ആത്മാർത്ഥതയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സഹകരണവും അവരുടെ കൂട്ടായ്മയും കൂടുതലായി പ്രാപിച്ചുകൊണ്ട് ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയോഗമാണ്. ഒരു വൈദികൻ്റെ സഹധർമ്മിണിയാകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നിയോഗം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനേകം സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകളിൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കൂദാശയുടെ പരികർമ്മിയായി അദൃശ്യമായി നിന്നുകൊണ്ട് ഈ ശുശ്രൂഷകളെ ഫലവത്താക്കി തീർക്കുവാനായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇതൊരു നിയോഗമായി കരുതണം. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അടുത്ത ജന്മത്തിൽ ഒരച്ഛനെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ കൈകൾ ഉയരുകയില്ല. അത് അവരുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവമാകാം, പ്രതിസന്ധികളാകാം. എന്നാൽ ഒരുപാട് പേര് പെട്ടെന്ന് രണ്ട് കൈ ഉയർത്തും. കാരണം ഇത് ഒരു നിയോഗമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായി ലഭിച്ചു. ഈ ഒലിവിൻ്റെ മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ഒക്കെ പ്രാർത്ഥനാ ജീവിതവും ഇടവകാംഗങ്ങളുടെയൊക്കെ സഹകരണവും പ്രാർത്ഥനയുമാണ് ഞങ്ങളെ ജീവിതത്തിൽ ഈ നിലയിൽ ഉയർത്തിയത്. അത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു പ്രിവിലേജ്. അത് വളരെ റെസ്പോൺസിബിളായി ഉപയോഗിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമ്പോൾ, അല്ലാതെ ചില മാതൃകകളുണ്ട്, അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്നാൽ ഭൂരിപക്ഷവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അഭിമാനം പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് മാറുന്ന കാലാവസ്ഥയിൽ ഈ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം, എല്ലാം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജ് ചൂടാകുന്നു, റേഡിയോ ചൂടാകുന്നു, മൊബൈൽ ചൂടാകുന്നു, അന്തരീക്ഷം മുഴുവൻ ചൂടാകുന്നു. പിള്ളേരോട് പറഞ്ഞാൽ അവർ ചൂടാകുന്നു, അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ചൂടാകുന്നു, കൊച്ചമ്മ ചൂടാകുന്നു, പള്ളിക്കാർ ചൂടാകുന്നു. എല്ലാം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തണുപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ഒരു ദൗത്യമാണ്. ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തി, അബിഗയിൽ അവൾ വളരെ ശ്രദ്ധാപൂർവം ബുദ്ധിപൂർവം വലുതാവുന്ന വലിയൊരു ആപത്തിനെ മാറ്റി വലിയ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് അവളുടെ ബുദ്ധിയാണ്, അവളുടെ സമചിത്തതയാണ്, അവളുടെ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ പെരുമാറ്റമാണ്. അത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ മാറുന്ന വലിയ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഒരു വൈദികൻ്റെ സഹധർമ്മിണിയായി, ഒരു വൈദികൻ്റെ
ജീവിതത്തിൻ്റെ പങ്കാളിയായി ജീവിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ലോകപ്രകാരമുള്ള വിളികളും ചോദനകളുമൊക്കെ നമ്മെ എപ്പോഴും മാടി വിളിക്കുമ്പോൾ എന്നെ ഇതൊരു പ്രത്യേക നിയോഗത്താൽ ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള നല്ല ബോധ്യത്തിൽ, അതേ അവസരത്തിൽ ലോകത്തിൽ നിന്ന് ഓടിപ്പോകാതെ ലോകത്തോട് ആരോഗ്യപരമായി റെസ്പോൺസിബിലിറ്റിയോടുകൂടി അത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ കൂട്ടായ്മയുടെ വലങ്കയാണ് മലങ്കര സഭയുടെ ശക്തി. നിങ്ങൾ അച്ഛന്മാർ ചൂടാകാതെ ശാന്തമായി, കാറൊക്കെ ചൂടായി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നത് പോലെ അവർ ശാന്തമാകുമ്പോഴാണ് സഭ അനുഗ്രഹീതമാകുന്നത്, ലോകത്തിന് അഭിമാനകരമായി മാറുന്നത്. അതുകൊണ്ട് അദൃശ്യമായി നിന്നുകൊണ്ട് സഭാ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു സമൂഹമാണ് പ്രിയപ്പെട്ട സഹധർമ്മിണിമാർ, കൊച്ചമ്മമാർ. സാറ വളരെ ശാന്തമായി അകത്ത് നിന്ന് അവിടെ കേട്ട കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഭർത്താവിനെ യജമാനനെന്ന് വിളിച്ച് വലിയ ഭാഗ്യത്തിന് കാരണക്കാരിയായി തീർന്നതുപോലെ ആ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാൻ സക്കറിയായും എലിശബായും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച് അവരുടെ ബ്ലെസ്സിങ്ങൊക്കെ അല്പം ലേറ്റായിട്ടാണ് വന്നതെങ്കിലും അവരുടെ ജീവിതത്തിന് ഒരു മാറ്റവും കൂടാതെ ആ അനുഗ്രഹം കർത്താവിൻ്റെ മുന്നോടിയെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ സമർപ്പണത്തിന് സാധിച്ചു. അതുകൊണ്ട് നല്ല ജന്മങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകണമെങ്കിൽ നല്ല ഓർമ്മകളും ചിന്തകളും ചിത്രങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ നിറയണം. നമ്മുടെ മനസ്സിൽ നിറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിൽ അധികം പേരും ചേർക്കി ഞങ്ങൾക്ക് ഇനി മക്കളൊന്നും ഉണ്ടാകില്ല. കൊച്ചുമക്കളുടെ കാലത്തായിരിക്കും, മൂന്നാമത്തെ തലമുറയിലായിരിക്കും ആ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സ് പൊട്ടിവിടരുന്നത്. അങ്ങനെ നല്ല ജന്മങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ വിനയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാകത, ഭക്തി, ഇതെല്ലാം സഭയുടെ സഭാഗാത്രത്തെ ശോഭനമാക്കുവാൻ സഹായിക്കട്ടെ. ആ കൂട്ടായ്മയുടെ വലങ്കൈ കുറഞ്ഞു പോകാതെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട റൈസൽ കൊച്ചമ്മയുടെയും സോളു കൊച്ചൻ്റെയും ജെസ്സി വർഗീസ് കൊച്ചമ്മയുടെയും അതുപോലെ അവരോട് ചേർന്ന് നിന്ന് ഈ സംഘടനയെ വളരെ ഭംഗിയായി ഫലപ്രദമായി നയിക്കുകയും അതിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവരോട് ചേർന്ന് ഇത്രയും അച്ഛന്മാർ വന്നത് തന്നെ കൊച്ചന്മാരോടുള്ള അവരുടെ സ്നേഹമാണ്. അവരുടെയൊക്കെ സഹകരണത്തെ ആദരപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അവരോടെല്ലാം ഉള്ള നന്ദി അറിയിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിലെ ഒരു മാറ്റത്തിൻ്റെ ഒരു വേലിയേറ്റമായി ഈ സമ്മേളനം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫെലോഷിപ്പിൻ്റെ രംഗമാണ്. ഇവിടെ വന്ന് ഒറ്റയ്ക്കിരുന്ന് വല്ലതും കഴിച്ചങ്ങ് പോവുകയല്ല. ഒരു 10 പേരെയെങ്കിലും വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് പരിചയപ്പെടുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് ഈ സമ്മേളനം ഉപകരിക്കുമ്പോൾ അത് വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടും. സഭാഗാത്രത്തിന് അത് ശോഭ, ഭംഗി, അനുഗ്രഹം, ശ്രേയസ് നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ കാര്യങ്ങളിലെല്ലാം പരിശുദ്ധ ബാവാതിരുമേനയുടെ സാന്നിധ്യം, ഇന്ന് രാവിലെ മുതൽ പരിപാടിയാണ്. ആ പരിപാടികളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഈ ആഫ്റ്റർനൂൺ തിരുമേനി ഇത് മാറ്റിവെച്ചത് തിരുമേനിക്കറിയാം. ദീർഘനാൾ ഈ സംഘടനയുടെ തലപ്പത്ത് ഇരുന്ന വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ നേട്ടവും കോട്ടവും കഴിവുകേടുമെല്ലാം നല്ലതുപോലെ അറിയാവുന്ന ഒരു പിതാവാണ്. വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ആവശ്യങ്ങളെ ശ്രദ്ധിക്കുകയും വേണ്ട നേതൃത്വം നൽകുന്ന തിരുമേനിയുടെ സാന്നിധ്യത്തിനും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം സ്വീകരിക്കുന്നു.